ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ പെരുന്നാൾ ദിവസത്തിലെ വിശേഷങ്ങളാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം കുറച്ച് ജോലികളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാനൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് അടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ദാ ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ബെഡ് കവർ എന്തായാലും മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ വാഷ് ചെയ്യാനായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബെഡ് കവർ മാറ്റുന്ന ദിവസം കുറച്ച് ക്ഷമയോടുകൂടി തന്നെ നിന്നാൽ അത് കറക്റ്റായിട്ട് തന്നെ ബെഡ് കവർ സെറ്റ് ചെയ്തിടാനായിട്ട് പറ്റുള്ളൂ. കാരണം നല്ല വെയിറ്റുള്ള ബെഡായതുകൊണ്ടും ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ടും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ആ സ്റ്റിച്ച് ചെയ്ത രണ്ട് സൈഡും ഒരുപോലെ തന്നെ ചുരുട്ടി രണ്ട് കോർണറിലായിട്ട് വെച്ചതിന് ശേഷം ഓരോ കാലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഓരോ സൈഡായിട്ട് വലിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കവർ ഇടാനായിട്ട് പറ്റുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കലാണ്. ബെഡ്ഷീറ്റ് നല്ല കവേർഡായിട്ടാണ് ഞാൻ വിരിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വിരിക്കുമ്പോഴും കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ നല്ല ഹോംവെല്ലിൻ്റെ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഏത് ക്ലൈമറ്റിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഹോംവെല്ലിൻ്റെ ഏത് പ്രൊഡക്റ്റ് ആയാലും ഒന്നിനൊന്നും മെച്ചം തന്നെ ആയിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്യുമ്പോൾ. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഇതാണ്. ബെഡ്ഷീറ്റ് ആയാലും ബെഡ് കവർ ആയാലും പില്ലോസ് ആയാലും എല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെ ബെഡ്റൂമൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും. ആ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മൾ കയറി വരുന്നതാണ് നമ്മളെ റൂമിലേക്ക്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിനുണ്ടാക്കുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ ലെവൽ തന്നെയാണ്. എപ്പോഴും റൂമും നമ്മളെ ബെഡും ഒക്കെ നീറ്റായിട്ട് വൃത്തിയിലൊക്കെ കിടക്കുമ്പോൾ നമ്മളവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാക്കുന്ന സന്തോഷം നമ്മളൊന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിപ്പോകുന്നത് അറിയേയില്ല, കിടന്നത് അറിയേയില്ല, നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ അത് നമ്മളെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. വൃത്തിയായി നീറ്റായി സൂക്ഷിക്കുന്ന വീടും റൂമും പരിസരവും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. അത് നമ്മളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മളെ സൗന്ദര്യത്തിനും ഒക്കെ ഒന്ന് മാറ്റുകൂടുന്ന ഒന്ന് തന്നെയാണ്. അത് തർക്കമില്ലാത്തൊരു സത്യം തന്നെയാണ്. റൂമൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം നല്ല മാച്ചിങ് ആയിട്ട് തന്നെ ഉള്ളത് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ കർട്ടൻ സെറ്റ് ചെയ്തതോടുകൂടിയിട്ട് എൻ്റെ കയ്യിലുള്ള ആ ഒരു സാധനങ്ങൾ ഒക്കെ അതിന് മാച്ചിങ് ആയിട്ട് തന്നെ വന്ന്. അതിലേറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എൻ്റെ കയ്യിലുള്ള പോട്ട് വരേക്കും ഈ റൂമിന് മാച്ചിങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ മിനുക്കി എടുത്തിട്ട് അതിലൊരു സ്നേക്ക് പ്ലാന്റും വെച്ചിട്ട് അതും കൂടി കൊണ്ടുവന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ വീണ്ടും റൂമൊന്ന് മനോഹരമായി. ഈ ഫ്ലവർ വേസ് 2019 ഞങ്ങൾ അജ്മീർ ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ബ്രാസിൻ്റെ ഒരു ഫ്ലവർ വൈസ്, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വൈസാണ്. പക്ഷേ ഇതുവരേക്കും അതിനൊന്ന് മൊഞ്ചാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ ഞാൻ ഇപ്പോഴാണ് വാങ്ങിച്ചത്. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്ത് ഈ അവസരത്തിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റൂമൊന്ന് മനോഹരമായി. അപ്പോൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞൊന്ന് നോക്കി നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷം ഒരു മനസ്സിനൊരു നിറവ് തന്നെയാണ് അല്ലേ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ റൂമൊന്ന് റാഹത്തായി, എൻ്റെ മനസ്സും റാഹത്തായി. ഇനിയും കൂടുതലൊന്നും മൊഞ്ചാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം കംഫർട്ടർ ഇവിടെ വിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോയ ഒരാളുണ്ട്. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുറേ ആയി എൻ്റെ അടുത്ത് പറയണ റൂം സെറ്റ് ചെയ്യണ്ടേ, റൂമൊക്കെ നീറ്റാക്കി വെക്കേണ്ടേന്ന്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചപ്പോൾ ആൾക്ക് നല്ല ധൃതിയായിരുന്നു. പക്ഷേ മൈലാഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മൈലാഞ്ചിയൊക്കെ ഇട്ട് അതൊക്കെ ഉണങ്ങി വാഷ് ചെയ്തൊക്കെ ശേഷം ആൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഇനിയിപ്പോൾ മറിയമ്മിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊരു സർപ്രൈസ് ആയിരിക്കും. എല്ലാം സെറ്റ് ചെയ്ത് നീറ്റാക്കി വെക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മുടെ പെരുന്നാൾ ദിവസവും വന്നെത്തിക്കഴിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ നാസ്ത ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിന് അത്രയും ജോലി കുറഞ്ഞ് കിട്ടുകയും ചെയ്തു. അപ്പോൾ തലേ ദിവസം തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഇന്നത്തേക്കുള്ള പത്തിരി മോൾ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുട്ടെടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മോൾ അത് ചുട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ പത്തിരിയും ബീഫ് കറിയും നല്ല ചൂടുള്ള പാൽ ചായയൊക്കെ കൂടി നാസ്തയുടെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ജോലികളൊന്നുമില്ല. പാലട മോള് റെഡിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഗീ റൈസ് മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. പരിപ്പ് കറിയും മോള് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീ റൈസും ബീഫ് കറിയും പരിപ്പ് കറിയും കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും പപ്പടവും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ പെരുന്നാൾ ഉഷാറായി. അപ്പോൾ ഗീ റൈസ് തന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അത് വല്ലാത്തൊരു സന്തോഷമായി. ബിരിയാണി ഇല്ലാതെ എന്ത് പെരുന്നാളെന്ന് പറഞ്ഞ പോലെ ബിരിയാണിയേക്കാളും എനിക്കിഷ്ടം ഗീ റൈസ് തന്നെ കേട്ടോ. അപ്പോൾ കുട്ടികളും അത് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഇരട്ടി സന്തോഷമായി. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറിയത്തിൻ്റെ കുളിയും റെഡിയാവലും ഒക്കെ കഴിഞ്ഞ് മറിയത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ആളവിടെ ഹോളിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗീ റൈസും റെഡിയാക്കലൊക്കെ കഴിഞ്ഞ് പായസവും അവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ റാഹത്തായി പെരുന്നാളിനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് പപ്പടം പൊരിച്ച് അതുപോലെ തന്നെ കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പെരുന്നാളിനുള്ള വിഭവങ്ങളൊക്കെ അവിടെ സെറ്റായി. സാധാരണ പെരുന്നാൾ ദിവസത്തിൽ തന്നെ നൈബേഴ്സിനൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം എന്തായാലും അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനുള്ളൊരു മൂഡില്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ടത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ മറിയമിൻ്റെ ബർത്ത്ഡേ ആയി. അപ്പോൾ ബർത്ത്ഡേ ദിവസത്തിൽ എന്തായാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അന്നത്തെ ദിവസം തന്നെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മനസ്സിനെ സമാധാനിപ്പിച്ച് അങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോൾ ഈ ദിവസം കൊടുത്തില്ലെങ്കിൽ ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കൊടുക്കാമെന്നുള്ളൊരു മനസ്സുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിഷമമൊന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ ജോലികളൊക്കെ ഏറെക്കുറെ കഴിയാറായി. ഒരുപാട് സമയം തന്നെ ഫ്രീ ആയിട്ടിരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈയും ഇവിടെ സെറ്റായി. അപ്പോൾ അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞ് റാഹത്തായി അൽഹംദുലില്ലാ. എല്ലാ പെരുന്നാൾ ദിവസത്തിലും ഈവനിങ് ആകുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഒക്കെ ഒന്ന് കയറി ഇറങ്ങലൊരു പതിവുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അങ്ങനെ പോകാനായിട്ടുള്ളൊരു മൂഡില്ല. വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വുലിഹത്തിൻ്റെ ഇറച്ചിയൊക്കെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ എന്തായാലും ആരെയും പറഞ്ഞേക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് പോയൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പോയി വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ആരുടെ കയ്യിലെങ്കിലും ആ സ്ലിപ്പ് കൊടുത്തയച്ചിട്ട് വാങ്ങിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ എന്തായാലും അതിന് ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സുഖമായിട്ടൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങിയതിന് ശേഷമൊക്കെയാണ് അസ്ർ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് പള്ളിയിൽ പോയിട്ട് ആ സ്ലിപ്പൊക്കെ കൊടുത്ത് വാങ്ങിച്ച് കൊണ്ടുവരുള്ളൂ. അപ്പോൾ എല്ലാം ജോലികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് റാഹത്തായി സമാധാനത്തോടെയൊക്കെ ഒന്നിരുന്ന് ഒരുപാട് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സമയമായി. അപ്പോൾ കറി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനും മക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കലാണ്. ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു പെരുന്നാളിന്. അപ്പോൾ ഈ പെരുന്നാൾ ദിവസത്തിൽ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടായെങ്കിലും ഒരു കാര്യം, എനിക്ക് ഡ്രസ്സ് എടുക്കാത്തൊരു പെരുന്നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാനൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് അങ്ങനെ നീണ്ടുപോയി. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാതായപ്പോഴും അങ്ങനെ ആ ഡ്രസ്സ് എടുക്കലെന്നുള്ള ഒരു ചടങ്ങ് അവിടെ മാറ്റി വെച്ച്. കാരണം എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോരുന്നൊരു കാര്യം എനിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ റെഡിമെയ്ഡ് ഐറ്റംസിലൊന്നും കിട്ടിയുമില്ല. ഇനി സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പെരുന്നാൾ ദിവസത്തിന് കിട്ടുകയുമില്ല. അപ്പോൾ പിന്നെ അതെടുത്തിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കലിൻ്റെ കാര്യം അവിടെ മാറ്റി വെച്ച്. കുട്ടികൾക്കും ഒക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കിട്ടിയാലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് എൻ്റെ കാര്യം അവിടെ മാറ്റി വെച്ച്. എന്നാലും കഴിഞ്ഞ പെരുന്നാൾ ദിവസത്തിൽ വീട്ടിൽ കുളി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചേക്കണ ആ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ പെരുന്നാളിനും ഇട്ടത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് തന്നെ അതൊക്കെ മതിയെന്ന് വിചാരിച്ചു. എന്നാലും അൽഹംദുലില്ലാ ബാക്കിയെല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം തന്നൊരു പെരുന്നാളാണ്. അൽഹംദുലില്ലാ അങ്ങനെ റാഹത്തായി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കലാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഇനിയിപ്പോൾ കുറച്ച് പായസമൊക്കെ എടുത്ത് അതും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കലായി. അപ്പോൾ ഇപ്രാവശ്യം മോനും ഇക്കയും പെരുന്നാളിന് ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. അവരിന്നലെ പെരുന്നാളൊക്കെ ആഘോഷിച്ചു. അപ്പോൾ അവരില്ലാത്തൊരു വിഷമമുണ്ടെങ്കിലും അൽഹംദുലില്ലാ
ബാക്കിയൊക്കെ എല്ലാം കൊണ്ടും റാഹത്തായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലേ. എല്ലാവരും ചില പെരുന്നാളിനൊന്നും എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ ഉള്ളവരെല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ ഇല്ലാത്തവർക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു റാഹത്തായിട്ടുള്ള ഒരു പെരുന്നാൾ തന്നെയായിരുന്നു അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസങ്ങൾ ആഘോഷങ്ങളും വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഫുഡൊക്കെ നല്ല ഇഷ്ടമായി എന്നും പറഞ്ഞിട്ട് മറിയം വളരെ ഹാപ്പി ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം കേട്ടപ്പോൾ വളരെയധികം തൃപ്തിയായി. അപ്പോൾ എല്ലാം കൊണ്ടും റാഹത്തായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഒന്ന് സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങിയതിന് ശേഷം ഇപ്പോൾ ബീഫൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ലിപ്പ് കൊടുത്ത് വാങ്ങിക്കാനുള്ള ആളെയും കിട്ടി. അങ്ങനെ ആൾ ഞങ്ങൾക്ക് വാങ്ങിച്ച് കൊണ്ട് തന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇന്നിപ്പോൾ എന്തായാലും വെക്കുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ബീഫിൻ്റെ പരിപാടികളും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് ഫ്രീസറിൽ വെക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ഇതിലേ പോകുന്നവരുണ്ട്. അപ്പോൾ അവരെ വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് പായസവും സ്വീറ്റ്സും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ ഒരു കൂട്ടുകാരൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് കണ്ടില്ല. അപ്പോൾ അതിനുള്ളതും കുട്ടിയുടെ കയ്യിൽ കൊടുത്തയച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴും അതും മനസ്സിനൊരു വല്ലാത്തൊരു നിറവ് തന്നെയാണല്ലേ. അങ്ങനെ ഇതിപ്പോൾ 3-ാം പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ 3-ാം പെരുന്നാൾ ദിവസത്തിൽ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ഇത്താമാരുടെ മക്കളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഒരുമിച്ച് കാണാനും കൂടാനും ഒക്കെ ഒരവസരം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ എന്തായാലും പെൺകുട്ടികൾ മാത്രം ആയിക്കൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പ്, അത് വേറെ എവിടെയല്ല, മെട്രോയിൽ കയറി ലുലുവിൽ എത്തണം. അവിടെ വന്നിട്ട് കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ ഗെയിംസിലൊക്കെ കയറ്റിയിട്ട് അങ്ങനെ ആ ദിവസം ഒന്ന് കളർഫുള്ളാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ആലുവയിൽ നിന്ന് മെട്രോയിൽ കയറിയിട്ട് ലുലുവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മറിയമ്മിൻ്റെ സ്കൂളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അവരൊപ്പം തന്നെ പോകാനായിട്ട് പറ്റിയില്ല. അതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ 9 മണിക്ക് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയിട്ട് എറണാകുളത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ശേഷമാണ് പോയത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടാകുമല്ലോ, രാവിലെ തന്നെ അവിടേക്ക് പോയതല്ലേ. അപ്പോൾ എന്തായാലും അവർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ചെന്ന് ഞങ്ങൾ അവരൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം വേഗം പോയി ഫുഡ് കഴിക്കില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പോടുകൂടി ചെന്നിരുന്ന് ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്നപ്പോൾ അതിനേക്കാളും നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. നല്ല ചൂടാവി പറക്കുന്ന ഫുഡായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മറിയമ്മിനും നല്ല ഇഷ്ടപ്പെട്ടുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പിയായി. അപ്പോൾ അതിന് ശേഷം എല്ലാവരും കുട്ടികളും എല്ലാവരും ഗെയിംസിലൊക്കെ കയറിയൊക്കെ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്ത് എല്ലാവരും കുറേയൊക്കെ സമയം വളരെയധികം ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാനും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ അല്ലേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ കൂടലും ഒക്കെ കുറവാണ്. അപ്പോൾ അവർ മാത്രമായിട്ടുള്ളൊരു യാത്രയൊക്കെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ വളരെ ഹാപ്പിയായി. ഇനി പറയാൻ എന്തൊക്കെയോ ബാക്കിയുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങളും കണ്ട കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ വളരെ മനസ്സിന് സന്തോഷവും ഒരുപാട് മെമ്മറീസും ഒക്കെ ആയിക്കൊണ്ട് ഞങ്ങളെ എല്ലാവരും വൈകുന്നേരം തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ പോരുന്നതിന് മുമ്പ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് തിരിച്ചത്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും ഈ പെരുന്നാൾ റാഹത്തായി. പെൺകുട്ടികൾക്കും വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും കാണാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും ആ ഉള്ള സമയം കളർഫുള്ളാക്കാനും ഒക്കെ സാധിച്ച്. അപ്പോൾ ഈ പെരുന്നാൾ എല്ലാം കൊണ്ടും റാഹത്തായി അൽഹംദുലില്ലാ. അപ്പോൾ ഇനി വരും നാളുകളൊക്കെ വളരെ മനോഹരമായി, വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി എല്ലാവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.